ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിനെ ഞങ്ങൾ വീട്ടിൽ ഒറട്ടി എന്നാണ് വിളിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇതിനെ കൈപ്പത്തിരി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു സ്നാക്ക് ഓപ്ഷനാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ അതിൽ ചൂസ് ചെയ്യാൻ മറക്കരുത്. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് നമ്മൾ ഇടിയപ്പവും പത്തിരിയും ഒക്കെ സാധാരണ ഉണ്ടാക്കുന്ന വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി. ഇതിലോട്ട് ഇനി ചേർക്കുന്നത് ഒരല്പം ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഏതാണ്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം 1 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കൈ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കുഴച്ചെടുക്കാം. കാരണം ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ഒന്ന് ചെറുതായിട്ട് ആറി വരണം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഒരുപാട് കുഴയ്ക്കുന്ന സമയത്ത് ചൂട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കയ്യിൽ നനച്ചിട്ട് ചെയ്ത് നോക്കുക. അതായത് ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു അയൺ തവയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് നന്നായിട്ടൊരു ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയ ശേഷം അത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണയോ ഒരല്പം വെള്ളമോ തേച്ച് കൊടുക്കുക. എന്നിട്ടിത് പരത്തിയെടുക്കുക. പരത്തിയ ശേഷം ഇതുപോലെ നമ്മൾ ആ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഇതിനി നമ്മൾ 2 സൈഡും വേകുന്ന വരെ തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ച് എടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യുക. ഒരിക്കലും കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ചെയ്യുക. ചില സമയത്ത് തീ കൂടുകയാണെങ്കിൽ ഇങ്ങനെ പുക വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയാണെങ്കിൽ തീ ലോയിലോട്ട് മാറ്റുക. അങ്ങനെ 2 സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മോൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ചായയുടെ കൂടെ ഞങ്ങളിത് ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾക്കും കഴിക്കാം, മോൾക്കായാലും ഉറങ്ങി എണീറ്റ് വരുമ്പോൾ കൊടുക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. മാത്രമല്ല ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.